തുമ്പൊന്നുമില്ലാത്ത കേസിൽ അതിവിദഗ്ധമായ പ്രതികളെ പിടികൂടി താരങ്ങളായിരിക്കുകയാണ് കോഴിക്കോട് കസബ പോലീസ്. ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളെയാണ് വെറും ഒരു ചെരുപ്പ് ഉപയോഗിച്ച് പോലീസ് പൊക്കിയത്. സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ സിമന്റ് അംശമുള്ള ചെരുപ്പ് വെച്ച് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിച്ചിരുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബീഹാർ സ്വദേശികളായ പ്രതികൾ പിടിയിലായത്. അക്രമികളിൽ നിന്ന് പെൺകുട്ടി ഓടി രക്ഷപ്പെടുന്നതിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. കഴിഞ്ഞ 28-നാണ് ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ തിരക്കൊഴിഞ്ഞ ഭാഗത്തേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. പെൺകുട്ടി കുതറി ഓടിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു. പെൺകുട്ടിയുടെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും തുടക്കത്തിൽ തുമ്പൊന്നും ലഭിച്ചില്ല. രണ്ടാമതും സംഭവസ്ഥലം പരിശോധിച്ചപ്പോഴാണ് കേസിൽ നിർണായകമായ തെളിവ് ലഭിച്ചത്. പ്രതികളിൽ ഒരാളുടെ ചെരുപ്പ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. തുടർന്ന് സിമന്റിന്റെ അംശമുള്ള ഈ ചെരുപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം. ഇതാണ് ബീഹാർ കിഷൻഗഞ്ച് സ്വദേശികളായ ഫൈസാൻ അൻവറിലേക്കും ഹിമാൻ അലിയിലേക്കും എത്തിച്ചത്. കസബ CI കിരൺ C നായരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സംഭവം നടന്ന് 2 ദിവസത്തിനകം തന്നെ പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. മുഖ്യപ്രതി ഫൈസൽ അൻവറിനെ ചോദ്യം ചെയ്തതിൽ ഒരു ചെരുപ്പ് കളഞ്ഞുപോയി എന്നായിരുന്നു മറുപടി. ഇതോടെ കാര്യങ്ങൾ എളുപ്പമായി. വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു. സീനിൻ്റെ പ്രൈമറി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനിൽ നമുക്ക് പ്രത്യേകിച്ച് എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളികൾ കോഴിക്കോട് സിറ്റിയിലുണ്ട്. അപ്പം അവരിലേക്ക് ഇവർ രണ്ടുപേരിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസകരമായ ഒരു ദൗത്യമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ അന്വേഷിക്കുന്നതെന്ന് കണ്ടാൽ ഇവർ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രെയിനിൽ കയറി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവരെ കണ്ടെത്താനേ സാധിക്കില്ല. ആരാണ് എന്താണ് എന്നറിയാത്തൊരവസ്ഥയിൽ നിന്നാണ് അന്വേഷണം തുടങ്ങിയത്. കൂടുതലായി നമ്മൾ അന്വേഷിച്ച് ചെന്നപ്പോഴത്തേക്ക് വീണ്ടും സീൻ ഒന്നുകൂടെ പരിശോധിക്കാൻ നമ്മുടെ സ്ക്വാഡും ഞാനും എല്ലാം വീണ്ടും സീൻ പരിശോധിച്ചാൽ അവിടുന്ന് ഈ പ്രതിയുടെ എന്ന് സംശയിക്കുന്ന ഒരു ചെരുപ്പ് നമുക്ക് കിട്ടി. അതൊരു വഴിത്തിരിവ് തന്നെയാണ്. ആ ചെരുപ്പ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതൊന്ന് പരിശോധിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് ഡോഗ് സ്ക്വാഡിനെ കൊണ്ട് പരിശോധിപ്പിച്ചു. പക്ഷേ നമുക്ക് റിസൾട്ട് ഉണ്ടായില്ല. എന്നാൽ നമ്മൾ അല്ലാതെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അതിനകത്ത് സിമൻറ്റിൻ്റെ അംശം നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നാരോ ഡൗൺ ചെയ്യാൻ പറ്റി. ഇത് ചെയ്തിരിക്കുന്നത് എന്താണ്, കെട്ടിട പണിക്കൊക്കെ ഉള്ള ആരെങ്കിലും തൊഴിലാളികളായിരിക്കും. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലോക്കൽസിനെയും അന്യസംസ്ഥാന തൊഴിലാളികളെ എല്ലാം ചോദ്യം ചെയ്തപ്പോൾ സംഭവ സ്ഥലത്തിന് അടുത്ത് തന്നെ ഇത്തരത്തിലുള്ള തൊഴിലാളികൾ താമസിക്കുന്നൊരു സ്ഥലമുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ റെയ്ഡ് നടത്തുകയും ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ പറയുക ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയും ഇവരെ ചോദ്യം ചെയ്തതിൽ ഇവരെ ഇത് കൺഫസ് ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ പട്ടിക പ്രത്യേകം തയ്യാറാക്കുമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പട്രോളിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കുമെന്നും പോലീസ് പറഞ്ഞു. പ്രമാദമായ പെരുമ്പാവൂർ ജിഷാവധ കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവായത് പ്രതിയുടെ ചെരുപ്പായിരുന്നു. ഇത്തരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട കേസിലും അന്വേഷണ സംഘത്തിന് നിർണായക തെളിവായത് പ്രതിയുടെ ചെരുപ്പ് തന്നെ. പിടിവള്ളിയായി ലഭിച്ച ചെരുപ്പിനെ പിന്തുടർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് പോലീസിന് അഭിമാന നേട്ടം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24.